തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനായ താബിഈയാൻ, മഹാനായ അല്ലാമ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാൻ, ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ എൻ്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് വരുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശിങ്കിടിമാർ, മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ആരും ശല്യമുണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുറ്റിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, മതാഫിൽ. അത് ഇന്നത്തെ മതാഫല്ല, മാർബിളൊന്നില്ലാത്ത മണ്ണുള്ള കാലം. തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു. അവിടെ ഒരു അറാബിയുണ്ട്, ഏതോ ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന, മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല. ഇദ്ദേഹം കൂളായിട്ട് നടക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് താബിഈകളെ കൊന്നുകളഞ്ഞ ആളാണ്. താബിഈങ്ങളെ, സ്വഹാബിമാരെ ക്രൂരമായി വേദനിപ്പിച്ച ആളാണ്. ഒരുപാട് നിരപരാധികൾ, ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ആളാണ്. എന്ത് സംഭവിക്കും അല്ലാഹുവേ, എന്തായിരിക്കും അയാളുടെ ആഖിറം എന്ന് കണ്ടറിയേണ്ടി വരും. കഫാ ബിഹി ളാലിമാ, ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് തന്നെ മതി. ഇമാം ശാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ അക്രമിയാണ്. അത്രയും പറഞ്ഞാൽ കൊല്ലലാണ്, ആർക്കും എതിർത്ത് പറയാൻ പാടില്ല, കൊല്ലലാണ്. അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ്, ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല. ഈ പാവമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേലി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാവം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം വസ്ത്രമങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലിൽ വന്നാണ് വീണത്. അയാൾക്ക് ചൂടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിടിച്ചു, അദ്ദേഹത്തെ കൈകൊണ്ട് പിടിച്ചു. ചോദിച്ചു, നീ എവിടെന്നാ വരുന്നത്? നീ ആരാണ്? ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ നാടെവിടെയാണ്? മിനൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ എന്റെ സഹോദരനുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരൻ യമനിന്റെ ഗവർണറാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മകൻ മുഹമ്മദ് ഇബ്നു യൂസുഫ്. കൈഫ തറക്തും അഖീ, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു യൂസുഫ് എങ്ങനെയുണ്ട്? അയാൾ പറഞ്ഞു, തറക്തുഹു സമീനൻ ബതീന, നല്ല വയറുണ്ട്, നല്ല തടിയനാണ്. ഞാൻ അതല്ല ചോദിച്ചത്. അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്. പറഞ്ഞു, തറക്തുഹു ളലൂമൻ ഗശൂമാ, ഭയങ്കര അക്രമിയാണ്, വലിയ വഞ്ചകനാണ്, തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ. ഹജ്ജാജിന് ചൂടായി. അദ്ദേഹം ചോദിച്ചു, മാ തദ്രി അന്നഹു അഖി, എന്റെ സഹോദരനാണ് മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന് നിനക്കറിയൂലേ? ആ എന്റെ സഹോദരനെ പറ്റി നീ ഇങ്ങനെ പറയേ? അറിയാം, എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത്? ഹജ്ജാജ്, അല്ലാഹുവിന്റെ കഅബയാണിത്. ഈ കഅബയുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ? ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. നിനക്കെന്നെ പേടിയില്ലേ ഹജ്ജാജ്? അള്ളാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത്, നീയൊക്കെ എനിക്ക് പുല്ലാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നപ്പോ തഊസ് ഇബ്നു കയ്യിസാൻ പറയാണ്, മാഷാ അല്ലാഹ്, ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം സംഭരിച്ച ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തല താഴ്ത്തിപ്പോയി, മറുപടിയില്ലാതെ. അള്ളാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത്. അതിക്രമം ചെയ്യുന്ന നിന്നെ, നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കേ? ധിക്കാരിയോട്
മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഇതിന് സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ധിക്കാരികൾ ഈ ലോകത്തുകൂടെ കടന്നു പോവുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുകയും 40 ദിവസം അവിടെ ചളിമണ്ണ് ഉറച്ച മണ്ണായി നിർത്തുകയും ചെയ്തിട്ടുണ്ടത്രേ. എന്താണ് മനുഷ്യന്റെ അവസ്ഥ റബ്ബേ? അല്ലാഹുവേ അല്ലാഹുവേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് നിയുക്തനായ അല്ലാഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഖലീഫയാണ്. ആ ഖലീഫയെ ആദരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു മലക്കുകളോടും കൂടെയുള്ള ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ പറയുന്നത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് അല്ലാഹു പടച്ചത്. മനുഷ്യനായിട്ട് ആ പ്രകൃതത്തെ തകർത്തുകളയരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും സംശുദ്ധമായ പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. ഏത് മതവിഭാഗമുള്ളവനോ മതമില്ലാത്തവൻ്റെയോ മക്കളാവട്ടെ, ലോകത്ത് മനുഷ്യ മക്കൾ ജനിക്കുന്നത് ശുദ്ധമായ സൃഷ്ടാവായ ഏകനായ ഒരുത്തനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിന്റെ അവസ്ഥയിലാണ്. എന്നാൽ അവൻ ബഹുദൈവ ആരാധകനായി മാറുന്നത് അവന്റെ ചുറ്റുപാടുകളാണ്. ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ് അവരെ സത്യത്തിന്റെ ചിന്തയിൽ നിന്ന് മാറ്റി മറ്റു മതങ്ങളിലേക്കോ ചിന്തകളിലേക്കോ മതനിരാശത്തിലേക്കോ മക്കളെ കൊണ്ടുപോകുന്നത് ചുറ്റുപാടുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബാ വസ്തക്ബർ. അതുകൊണ്ട് അഹങ്കാരം പിശാചിന്റെ വഴിയാണെന്ന് ആദ്യമേ അല്ലാഹു സൂചിപ്പിച്ചു തന്നു. ദൈവനിഷേധത്തിന് 3 ഘടകങ്ങളാണുള്ളത്. അൽ ഹസദു വൽ കിബ്റു വൽ കദിബ്. നുണ പറയുന്നതും അഹങ്കരിക്കുന്നതും അസൂയയും. ഈ 3 ഘടകങ്ങളിൽ നിന്നാണ് കുഫർ, ദൈവനിഷേധം ഉടലെടുത്തു വരുന്നത്. ഒന്ന് അഹങ്കാരം, മറ്റൊന്ന് അസൂയ, മറ്റൊന്ന് കളവ്. അതുകൊണ്ട് അഹങ്കാരം ഒരാളിലുണ്ടെങ്കിൽ കുഫറിന്റെ 3ൽ 1 അംശം അയാളിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്ർ. കിബ്റിന്റെ ഒരു ഘടകമണിയോളം കിബ്ർ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹങ്കാരം? നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്. ഭർത്താവിനോട് നന്നായി ജീവിക്കാൻ പറയുകയും സാരോപദേശം നൽകുകയും ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പെണ്ണുങ്ങളെ, അവരുടെ വേവലാതി ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്നാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഭാര്യ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആ ഭാര്യ എഴുന്നേൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തന്റെ ഭാര്യയെ ആദ്യ രാത്രിയുടെ അവസാനം സുബഹിയുടെ നേരത്ത് കണ്ണിൽ ഒരൽപ്പം നനവാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം പുതുമാരനെ ഖളാ ആകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച നേരത്ത് മുഖത്തടിച്ച ഒരു ഭർത്താവ്, ആ ബന്ധം ഇന്ന് ത്വലാഖിലൂടെ പിരിഞ്ഞു കഴിഞ്ഞു. നോക്കണം, ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് കിബ്ർ. സ്വഹാബിമാര് ചോദിച്ചിരുന്നു, നബിയേ, നല്ല വസ്ത്രവും മുന്തിയ ചെരുപ്പും മുന്തിയ വാഹനവും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയെ, അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ അടക്കി ഭരിക്കുകയും ധർമ്മവും നന്മയും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്നതിന്റെ പേരാണ്. എന്നല്ലാതെ നിങ്ങളൊരു നല്ല വസ്ത്രം ഇടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത് അത് അഹങ്കാരമല്ല. കിബ്ർ എന്ന് പറയുന്നത് സത്യത്തെ സ്വീകരിക്കാതിരിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാണ്ടിരിക്കുക. മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കുമ്പോൾ മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം, ഇത് പറയുമ്പോൾ കേൾക്കാത്ത മക്കള് കിബ്റാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ചില
ഫോൺ കോളുകൾ, അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം. വേണ്ട മോളെ, മോനെ, നീ അത് ഉപയോഗിക്കല്ലേ, ഈ നേരത്ത് ഖുർആൻ ഓതേണമേ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ സാരോപദേശം നൽകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ട് പോലും സ്വന്തം മാതാപിതാക്കളെ കണ്ണ് വെട്ടിക്കുന്ന മക്കൾ ചെയ്യുന്നതും അഹങ്കാരമാണ്. അതിന്റെ പേരാണ് കിബർ. ആ കിബർ അവിശ്വാസത്തിന്റെ 3 ഘടകങ്ങളിൽ ഒരു ഘടകമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇനി 2 ഘടകം കൂടെ വന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, അല്ലാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യുകയോ, ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ, എന്നെ നീ പടച്ചത് തീ കൊണ്ടല്ലേ, തീയല്ലേ മണ്ണിനേക്കാളും ഉഷാറ്, അതുകൊണ്ട് ഞാനല്ലേ എന്റെ ഉൻസുർ, എന്റെ ശരീര പ്രകൃതത്തിന്റെ അടിസ്ഥാന ഘടകം, മൂലകം അത് തീയാണ്. മണ്ണിനേക്കാളും വലുതാണ് തീയെ, അതുകൊണ്ട് ഞാൻ വലുതാണ്. നോക്കേണ്ടത് ഹൃദയത്തിലേക്കായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് പ്രപഞ്ചത്തിന്റെ എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തുവല്ലോ അല്ലാഹു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ജ്ഞാനവും അറിവുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഘടകം എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരമോ വീടോ വാഹനമോ അല്ലല്ലോ. ഇൽമ്, ജ്ഞാനം, അത് നോക്കാതെ ഭൗതികതയിലേക്ക് നോക്കിയിരുന്ന ഇബ്ലീസ്, അതാണ് നമ്മൾ പലപ്പോഴും അറിയാതെ ഒരു മനുഷ്യന്റെ നന്മ കാണാതെ, ഒരു മനുഷ്യനിലെ അറിവോ ഒരു മനുഷ്യന്റെ ജ്ഞാനമോ നോക്കാതെ, സംസ്കാരമോ നോക്കാതെ, വീടുണ്ടോ, സമ്പാദ്യമുണ്ടോ, പറമ്പുണ്ടോ, വരുമാനമുണ്ടോ, അത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ വിലയിരുത്തുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? അത് ഇബ്ലീസിന്റെ വിലയിരുത്തലാണ്. ഇബ്ലീസിന്റെ വിലയിരുത്തലാണത്. എന്നെ പടച്ചത് തീയാണ്, എന്റെ വീട് അവനേക്കാളും വലുതാണ്, എനിക്ക് വരുമാനം അവനേക്കാളും കൂടുതലുണ്ട്, അപ്പൊ ഞാനാണ് വലുത്. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇൽമിനെ കാണാൻ കഴിയാതെ പോയി പിശാചിന്. നോക്കണം, അങ്ങനെ അവൻ അഹങ്കരിച്ചു. ആ അഹങ്കാരം അവൻ നെഞ്ചു വീർപ്പിച്ച് അഹങ്കരിച്ചപ്പോഴാണ് ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. പിശാചേ, നിനക്കിവിടെ അഹങ്കരിക്കാൻ പറ്റില്ല, ഇത് അഹങ്കരിക്കേണ്ട സ്ഥലമല്ല, പുറത്തു പോകണം, പുറത്തു കടക്ക്, നീ ഇവിടെ അഹങ്കരിച്ച് ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് സ്വർഗലോകത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെടുന്നത് നന്മ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ്. ആദം നബി അലൈഹിസ്സലാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതവുമായി ഒരുപാട് ഇതിന് ബന്ധമുണ്ട്. ഒന്ന്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമായിരുന്നു ലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതേ. ഹവ്വാ ബീവിയോട്, ആദം നബി അലൈഹിസ്സലാമിനോട്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന നബിയുനാ, നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാം എന്ത് സംഭവിച്ചു? എന്നിട്ട് പിശാച് തെറ്റ് ചെയ്തു. പിശാച് എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു പിഴവ് പറ്റി. ആദം നബി എന്ത് ചെയ്തു അതിന് ശേഷം? ഇത് രണ്ടും പ്രാധാന്യമാണ്. മനുഷ്യരും ജിന്നുകളും പാപം ചെയ്യുന്നവരാണ്, മലക്കുകൾ പാപസുരക്ഷിതരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനമാനത്തിലേക്ക് നോക്കിയാൽ ആ ചെറുതെറ്റ് വലുത് തന്നെയാണ്. പക്ഷേ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു അതിന് ശേഷം, എങ്ങനെ അതിനെ പരിഹരിച്ചു, അതും ഒരു വലിയ വിഷയമാണ്. ഇബ്ലീസ് അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ബിമാ അഗ്വൈതനി, പടച്ചവനെ നീ എന്നെ പഴപ്പിച്ചല്ലേ, ഇനി ഞാൻ മനുഷ്യരെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ്. അഹങ്കാരം ഖൽബിലേക്ക് വരരുത്. നാം ആരെക്കാളും വലുതാണെന്ന് തോന്നരുത്. ഒരു പിഞ്ചു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഞാൻ ചെയ്തത്ര തെറ്റ് ആ കുഞ്ഞ് ചെയ്തിട്ടില്ലല്ലോ, അവൻ എന്നെക്കാളും നല്ലവനാണ്. മുതിർന്ന ഒരാളെ കാണുമ്പോ പടച്ചവനെ, അയാൾ എന്നെക്കാളും ആയുസ്സുണ്ടായ ആളാണ്, അതുകൊണ്ട് എന്നെക്കാളും ഒരുപാട് നന്മകൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, എനിക്ക് പാപങ്ങൾ കൂടുതലാണ്. ഇങ്ങനെ ചെറിയ മക്കളെ കാണുമ്പോഴും അവർ നമ്മളെക്കാൾ മുമ്പിലാണ്. കാരണം അവർ ചെറുതാണ്, ഞാൻ ചെയ്തത്ര തെറ്റവർ ചെയ്തിട്ടില്ല. മുതിർന്നവരെ കാണുമ്പോൾ നന്മയെ ആലോചിക്കുക, എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരമുണ്ടായവരാണ്. രണ്ട് നിലക്കും അവർ മുന്നിലാണ്, ഞാൻ താഴെയാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അന്നൊരു ഭരണാധികാരി
അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോ തൊട്ടടുത്തുള്ള നാട്ടുകാർ ആ നാട്ടിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് കണ്ടപ്പോ ആ ഭരണാധികാരി അധികാരം നഷ്ടപ്പെട്ട് അടുത്ത നാട്ടിലേക്ക് ഓടുകയാണ്. അപ്പോ അധികാരമുള്ള കാലത്ത് അദ്ദേഹം അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. നാട്ടിലേക്ക് എത്തിയപ്പോ അവർ അദ്ദേഹത്തിന് വേണ്ടി വിരിപ്പ് വിരിച്ച് സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. പണിയെടുക്കേണ്ടവരൊക്കെ പണിയെടുക്കുന്നത് എടുക്കേണ്ടത് ഇതുപോലെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാർപ്പറ്റിലൂടെ ഒക്കെ നടക്കാനുള്ളൊരു തൗഫീക്കിന് വേണ്ടി. എവിടെ അധികാരം പോയിട്ടാണ് ഇയാൾ വരുന്നത്, പക്ഷെ അധികാരം പോയത് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, തൊട്ടടുത്ത നാട്ടുകാർ. അതുകൊണ്ട് അവരെ സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ട അധികാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയല്ല, ഇതുപോലെ ഇനിയും അഹങ്കരിക്കണമെന്ന് ചിന്തിച്ച് കാർപ്പറ്റിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു നാളിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയെ നമ്മുടെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. മറ്റൊരാൾ അബ്ബാസി ഭരണാധികാരിയാണ്. ടൈഗ്രീസിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കടക്കാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പാലത്തിന്റെ അരികിൽ നിന്ന്, അന്ന് മരത്തിന്റെ പാലങ്ങളാണ്, ടൈഗ്രീസ് മുറിച്ചു കിടക്കണം. അദ്ദേഹം ഇപ്പുറന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷേ എന്റെ ബഹുമാനം താങ്ങാൻ മാത്രം ഈ പാലത്തിനായില്ലെങ്കിലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു എന്നാണ്. തൻ്റെ ധിക്കാരത്തിൻ്റെ ഒരു വലുപ്പം നോക്കണം. എൻ്റെ ബഹുമാനം താങ്ങാൻ ഒരുപക്ഷെ ഈ പാലത്തിന് കഴിഞ്ഞില്ലെങ്കിലോ, എൻ്റെ ഭാരം താങ്ങാൻ എന്നല്ല. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. നമ്മുടെ പണ്ഡിതർ രേഖപ്പെടുത്തി വെച്ചു. ഹജ്ജാജ് ഇബ്നു അർത്ത പണ്ഡിതനായിരുന്നു, ഹദീസ് പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് അഹങ്കാരം കടന്നുകൂടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ഒരു മജ്ലിസിലേക്ക് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇജ്ലിസ് സുദറൽ മസ്ജിദ്, സുദറൽ മജ്ലിസ്, നമ്മുടെ മജ്ലിസിന്റെ സെന്ററിൽ മധ്യത്തിൽ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സുദറാണല്ലോ, അതൊരു അങ്ങനെയാണ്, ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സെന്ററായി മാറുമല്ലോ, അതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും കുഴപ്പമില്ല. സ്വന്തത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാണ്. ഇതൊക്കെ നമ്മുടെയൊക്കെ നിത്യജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു സാധാ മുഅല്ലിമിന് സദൃസ്ഥാനം കാണുമ്പോൾ ബഹുമാനവും സ്നേഹവും അള്ളാഹു കൊടുത്ത റഹ്മത്താ ചിന്തിക്കേണ്ടത്. മൂപ്പരംഗം മാറി എനിക്കവിടെ കയറിയിരിക്കാൻ വല്ല ഒപ്പുണ്ടോ എന്ന് ചിന്തിച്ചു പോകരുത്. ഒരു സാധാരണക്കാരൻ മറ്റൊരു സാധാരണക്കാരനെ കാണുമ്പോൾ അവൻ്റെ ആ നിലയും അവൻ്റെ നിഅമത്തും നഷ്ടപ്പെട്ട് എനിക്കവിടെ കയറിയിരിക്കണം, അസൂയ, ഇത് പാടില്ലാത്ത വിഷയമാണ്. എത്രയോ ആളുകൾ ഇന്ന് സിഹ്ർ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. മാരണം ചെയ്യിക്കുക, പൂജാരികളെ കൊണ്ടും അല്ലാത്തവരെ കൊണ്ടും പിശാച്ചിന്റെ സഹായം കൊണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക. ചിലപ്പോൾ 500 രൂപ കൊടുത്താൽ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ചെയ്ത ദുൽമ് എടുത്തു മാറ്റാൻ നല്ല മനുഷ്യന്മാരെ കിട്ടണം. അത് എടുത്തു മാറ്റാൻ ഒരുപാട് കാലം ത്യാഗം ചെയ്യണം. ആ ഒരു ദുൽമ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. മനുഷ്യനെ മൂലക്കലാക്കാൻ, ഒരു മനുഷ്യൻ തകരണം എന്ന് പറഞ്ഞ്, ഒരു മനുഷ്യനെ സാമ്പത്തികമായി തകർക്കണം എന്നുദ്ദേശിച്ച് അസൂയ കൊണ്ട് നടക്കുന്ന വീടുകൾ, ഇതൊക്കെ കുഫറിന്റെ ഒരു അംശമല്ലേ? കുഫറിന്റെ ഒരു അംശമല്ലേ നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്? പൂജാരികളുടെ മുമ്പിലേക്കൊക്കെ നമ്മുടെ സഹോദരിമാർ പർദ്ദയും മഫ്തൊക്കെ ഇട്ടിട്ട് പോകാൻ എന്തിനെന്നറിയോ? എന്തിനെ? സിഹ്ർ ചെയ്യിക്കാൻ, മാരണം ചെയ്യിക്കാൻ, ദുൽമ ചെയ്യിക്കാൻ. എന്നിട്ട് മുറ്റത്ത് കുഴിച്ചെടുത്താൽ കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു. കട്ടിലിന്റെ അടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, വീടിന്റെ തറയിൽ കൊണ്ടുപോയി തിരികെ വെച്ചിട്ടുണ്ട്. പൈശാചികമായ പ്രവർത്തികൾ, സിഹ്ർ, പച്ചയായ ദുൽമ്, അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ വൻ പാപമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ കൊണ്ട് ചെയ്യാണത് അല്ലാഹുവിന്റെ ഖളാ. അത് ചെയ്യുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും അടുത്ത ഒരാളിന്റെ ഉറക്കം കെടുത്തണമെന്ന്. നിങ്ങളുടെ ഉറക്കം അല്ലാഹു കെടുത്തിക്കൊണ്ടിരിക്കും. ആ മഹാപാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതാർക്ക് ചെയ്തോ അവരോട് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാതെ അല്ലാഹു അത് പൊറുക്കുമോ? പിശാചിന്റെ ഈ പണിയാണോ നമ്മൾ ചെയ്യുന്നത്? അവൻ അസൂയ വെച്ചവനാണ്. ആ അസൂയ നമ്മൾ കൊണ്ട് നടക്കേ. മനുഷ്യൻ അല്ലാഹു നൽകുന്നത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? അല്ലാഹു ഓഹരി വെച്ചത് നിങ്ങൾ ആരാണത് എടുത്തു കളയാൻ? അല്ലാഹു ഓഹരി വെച്ചതിന് എടുത്തു കളയാൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. പടച്ചവനെ, നീ തന്നത് തിരിച്ചെടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. നീ തിരിച്ചെടുത്ത് തിരിച്ചു തരാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ വിധിച്ചത് തടയാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞു വെച്ചത് എടുത്തു തരാനും ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എത്ര സമ്പത്തുള്ള ആൾക്കും ആ സമ്പത്ത് നിന്റെ അരികത്ത് ഉപകാരപ്പെടില്ലല്ലോ റബ്ബേ, അത് നന്മയിൽ ചെലവഴിച്ചവർക്കൊഴികെ എന്നാണ് നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ സിഹ്ർ ചെയ്യരുത്, മനുഷ്യൻ സിഹ്ർ ചെയ്യരുത്. ഇന്നതിന്റെ പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ വേദനിച്ച് വിഷമിച്ച് തകർന്നടിഞ്ഞ് കാരണങ്ങൾ കാണാതെ
ഒരഭൗതികമായ ഇടപെടൽ, എന്തോ ഒരു പൈശാചികമായ ഇടപെടൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ജീവിതം തകർന്ന് വിഷമിക്കുകയാണ്. ആര്? സ്വന്തക്കാർ, സ്വന്തം അയൽവാസി, സ്വന്തം ബന്ധു, സ്വന്തം കൂട്ടുകാർ, സ്വന്തം സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ. എന്തിന്? അസൂയ കൊണ്ട്. കുഫറിന്റെ അംശമാണ് നമ്മൾ ആ ചെയ്യുന്നത്. ഹസദ്, അസൂയയും, വൽ കിബിർ, അഹങ്കാരവും, വൽ കദിബ്, നുണ പറയുന്നതും കുഫറിന്റെ ഘടകങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്. നമ്മൾ ഈ മോശ സ്വഭാവങ്ങൾ കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നബിയുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് വസിക്കുമ്പോൾ അല്ലാഹുവിന്റെ ആ ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാം ഒറ്റക്കാണ്. ബാക്കിയുള്ളവരൊക്കെ മലക്കുകളാണ്, അല്ലെങ്കിൽ ജിന്നുകളാണ്. തൻ്റെ അതേ ശാരീരിക പ്രകൃതിയും ചിന്തയുമുള്ള ഒരാളെ ഇണയായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ആദം നബി അലൈഹിസ്സലാമിന് വർത്തമാനം പറയാൻ. അങ്ങനെയാണല്ലോ, ഒരാൾ ഒറ്റക്കൊരിടത്താണ്, എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, ഒന്ന് സംസാരിക്കാൻ കൂടെ സഹധർമ്മിണിയോ ഒരു കൂട്ടുകാരനോ ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രയാസമാണ്. ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ മഹാനവറുകളുടെ ഇടത്തെ വാരിയലിൽ നിന്ന് ഒരംശം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സൃഷ്ടിച്ചത്. മുഫസ്സിരീങ്ങൾ അത് വ്യക്തമായി വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചു. ആദം അലൈഹിസ്സലാം കണ്ണു തുറക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നത് ഹവ്വാ, പേര് ഹവ്വാ, ലിഅന്നഹാ മിനൽ ഹയാ, അത് ജീവിതം എന്നർത്ഥമാണ്. ഹവ്വാന് ജീവനുള്ളത്. ജീവനുള്ള ഒരു പുരുഷ ശരീരത്തിൽ നിന്നാണ് ജീവനുള്ള ഒരു സ്ത്രീ ശരീരത്തെ അള്ളാഹു പടച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് 4 വിധമാണ്. ഒന്ന്, ഉമ്മയും വാപ്പയും ഉള്ളവർ, നമ്മളൊക്കെ അങ്ങനെയാണ്. 2, ഉമ്മയും വാപ്പയും ഇല്ലാത്തവർ, അത് ഒരാളേ ഉള്ളൂ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ഇനി ഉമ്മയുണ്ട് വാപ്പയില്ല, അത് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പിന്നെ പുരുഷ സാന്നിധ്യമുണ്ട്, ഒരു പുരുഷ ഒറിജിനുണ്ട്, പക്ഷേ ഉമ്മയില്ല, അതാണ് നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോ ഉമ്മയുള്ളതും ഉമ്മയില്ലാത്തതും, വാപ്പയുള്ളതും വാപ്പയില്ലാത്തതും, രണ്ടാളുമുള്ളതും രണ്ടാളുമില്ലാത്തതും, ഇത് 4 സൃഷ്ടിപ്പിന്റെ രൂപങ്ങൾ അള്ളാഹു പടച്ചു വെച്ചു. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഒരിക്കലും അത് ഈസാ നബി അലൈഹിസ്സലാമിനൊരു ഭൗതികമായ പിതാവില്ലാത്തത് ദൈവപുത്രനാക്കാൻ കാരണമല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. നമുക്ക് ആദം നബി അലൈഹിസ്സലാമിലേക്ക് തിരിച്ചു വരാം. ആദം നബി അലൈഹിസ്സലാം അവരെ കാണുന്നു. ആശ്വാസം തോന്നി തന്റെ ഭാര്യയെ കണ്ടപ്പോൾ. അള്ളാഹു വിവാഹം ചെയ്യിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. വിവാഹം ചെയ്യാതെ നടക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനൊരു ആയത്താണിത്. വിവാഹം വേണ്ടെന്ന് ശഠിച്ചു നടക്കുന്നവർക്ക് ആലോചിക്കാനുള്ള ഇടമാണിത്. വമിൻ ആയാതിഹി, അല്ലാഹു എവിടെയാണ്, അല്ലാഹു എവിടെയാണ്, അല്ലാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അന്വേഷിച്ചു നടക്കുന്നവരോട് അല്ലാഹു പറയുന്നു, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാണ് നിങ്ങൾക്കൊരു ഭാര്യയെ, ഒരു ഇണയെ ഞാൻ ഉണ്ടാക്കി തന്നത്. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഏതോ ഒരു കുടുംബത്തിൽ, നിങ്ങൾ അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ സഹധർമ്മിണിയായി, കുടുംബിനിയായി കടന്നു വന്ന പെണ്ണ്, അവർക്കിടയിൽ, നിങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹവും ബഹുമാനവും ആദരവും സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവിൻ്റെ ഇടപെടലാണ്. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം പോലോത്ത ശരീരത്തിൽ നിന്ന്, അതായത് ആണിന് പെണ്ണും പെണ്ണിന് ആണും, അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ ഇണകളെ അല്ലാഹു പടച്ചു. എന്തിന്? ആ പെണ്ണിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തക്ക വിധം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അല്ലാഹു ചെയ്ത മഹാത്ഭുതമല്ലയോ? അല്ലാഹു നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സന്തോഷമുണ്ടാക്കി തരട്ടെ. ഭാര്യയിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊടുക്കുമ്പോൾ, അവളെ മാറ്റിവെക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകുന്നില്ല.
വിവാഹിതം ചെയ്യാൻ കഴിയുന്ന ഒരാളെ വിവാഹിതനാവാതെ നടന്നാൽ അവർക്ക് സമാധാനമുണ്ടാവുന്നില്ല. അവരുടെ മനസ്സ് വിറക്കുകയാണ്. ഏതെങ്കിലും അഫൈറുകളോ വഴിവിട്ട ബന്ധങ്ങളോ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകുന്നില്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയില്ലേ?